ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. പോർച്ചുഗീസുകാർ കേരളത്തിന് ധാരാളം സംഭാവനകൾ നൽകി. താഴെ പറയുന്നവയിൽ പോർച്ചുഗീസുകാരുടെ സംഭാവന അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി 3. അവർ കൊച്ചിയിൽ ബോൾഗാട്ടി കൊട്ടാരം പണിതു. 2. തിരുവിതാംകൂറിലെ റാണി സേതുലക്ഷ്മിബായിയുടെ ചില ഭരണ പരിഷ്കാരങ്ങൾ ചുവടെ വിവരിക്കുന്നു. അവ കാലക്രമത്തിൽ ക്രമീകരിക്കുക. ഓപ്ഷൻ ബി. മൃഗബലി നിരോധിച്ചു. ദേവദാസ് സമ്പ്രദായം നിർത്തലാക്കി. പൃഥുതല അണുകുടുംബ സമ്പ്രദായം അവതരിപ്പിച്ചു. തിരുവനന്തപുരം നഗരം വൈദ്യുത ദീപങ്ങളാൽ പ്രകാശപൂരിതമാക്കി. 3. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ താഴെ പറയുന്ന പ്രസിഡന്റുമാരെ അവരുടെ പ്രസിഡന്റ്ഷിപ്പിൻ്റെ വർഷങ്ങളുമായി പൊരുത്തപ്പെടുത്തുക. ഓപ്ഷൻ ഡി. ഹക്കീം അജ്മൽ ഖാൻ 1921. അബുൽ കലാം ആസാദ് 1923. മഹാത്മാഗാന്ധി 1924. വല്ലഭായ് പട്ടേൽ 1931. നാലാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ പത്രങ്ങളും അതിൻ്റെ സ്ഥാപകരും താഴെ കൊടുത്തിരിക്കുന്നു. അവയിൽ നിന്ന് തെറ്റായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ഡി 4. മിറാത്ത് ഉൽ അക്ബർ, ഫിറോസ് ഷാ മേത്ത എന്നുള്ളതാണ് തെറ്റായ ജോഡി. ശരിയായവ ബംഗാൾ ഗസൽ ജെയിംസ് അഗസ്റ്റസ് ഹിക്കി, സംവാദ് കൗമുദി രാജാറാം മോഹൻ റോയ്, ഹിന്ദു പാട്രിയറ്റ് മധുസൂദൻ റേ. 5. അവകാശവാദം. പാണ്ഡകളെ സമ്മാനിച്ചുകൊണ്ട് സൗഹാർദ്ദത്തിൻ്റെ പ്രതീകമായി ചൈന USA യൂറോപ്പുമായി പാണ്ഡ നയതന്ത്രം പ്രഖ്യാപിച്ചു. കാരണം USA ഔദ്യോഗിക നയതന്ത്രം സ്ഥാപിക്കാൻ ചൈന പിങ് പോങ് നയതന്ത്രം പ്രഖ്യാപിക്കുകയും ടേബിൾ ടെന്നീസ് ടീമിനെ അയക്കുകയും ചെയ്തു. ഓപ്ഷൻ ബി A, R എന്നിവ ശരിയാണ്. എന്നാൽ എയുടെ ശരിയായ വിശദീകരണമല്ല R. ആറാമത്തെ ക്വസ്റ്റ്യൻ. 2021 മെയ് മാസത്തിൽ ഡൽഹിയിലെ നാഷണൽ ഗാലറി ഓഫ് മോഡേൺ ആർട്ടിൽ നടന്ന ഒരു തീമാറ്റിക് എക്സിബിഷനാണ് ജനശക്തി. എ. കളക്റ്റീവ് പവർ. ഇതിനെ സംബന്ധിച്ച് ഏത് പ്രസ്താവനകൾ തെറ്റാണ്? ഓപ്ഷൻ എ 1, 4 തെറ്റായ പ്രസ്താവനകളാണ്. 2, 3 ശരിയായവ. 2. എക്സിബിഷൻ ഇന്ത്യയുടെ കലാ വൈവിധ്യത്തെ ആഘോഷിക്കുന്നു. 3. സ്വച്ഛ് ഭാരത് തീം ഒരു കല ആയി ചിത്രീകരിച്ച് അവിടെ പ്രദർശിപ്പിച്ചു. 7. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീര സമതലത്തിൻ്റെ ഭാഗമല്ലാത്തത്? ഓപ്ഷൻ ഡി ഉത്കൽ സമതലം. 8. വെസ്റ്റേർലീസിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് തെറ്റായ പ്രസ്താവന. ശരിയായവ A, B, D എന്നിവയാണ്. A. ഈ കാറ്റ് തെക്കൻ അർദ്ധഗോളത്തിൽ വടക്ക് പടിഞ്ഞാറ് നിന്ന് തെക്ക് കിഴക്കോട്ട് വീശുന്നു. അത് വ്യാപാരക്കാറ്റിന് എതിരായി വീശുന്നു. മൺസൂൺ മൂലം കിഴക്കൻ ഏഷ്യയിൽ കാറ്റിൻ്റെ പ്രഭാവം തകർന്നിരിക്കുന്നു. 9. വായുവിൻ്റെ നിരയിലെ ഓസോൺ സാന്ദ്രതയുടെ കനം ഡേഷിൽ രേഖപ്പെടുത്തുന്നു. ഓപ്ഷൻ എ ഡോബ്സൺ യൂണിറ്റ്. 10. ഭൂമിയുടെ ആന്തരിക ഘടനയെക്കുറിച്ചുള്ള യഥാർത്ഥ പ്രസ്താവനകൾ തിരിച്ചറിയുക. ഓപ്ഷൻ എ 1, 3. 1. ഏറ്റവും ആഴമേറിയതും ആക്സസ് ചെയ്യാൻ കഴിയാത്തതുമായ മേഖലയാണ് കാമ്പ്. 3. മൊഹോറോവിക് വിരാമം താഴ്ന്ന പുറംതോട് ആവരണത്തിൽ നിന്ന് വേർതിരിക്കുന്നു. 11. താഴെ പറയുന്നവയിൽ ഏതാണ് ചാലക്കുടി നദിയുടെ പോഷക നദി അല്ലാത്തത്? ഓപ്ഷൻ സി കോതയാർ. അപ്പോൾ ചാലക്കുടി നദിയുടെ പോഷക നദികളാണ് കുരിയാക്കുറ്റി, ഷോളയാർ, കാരപ്പാറ. 12. ഖഗോള സ്രോതസ്സുകളിൽ നിന്ന് എക്സ്റേ ഉദ്യമനത്തിൻ്റെ ബഹിരാകാശത്തെ അടിസ്ഥാനമാക്കിയുള്ള ധ്രുവീകരണ അളവുകളിൽ ഗവേഷണം നടത്താൻ 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ശാസ്ത്രീയ ഉപഗ്രഹം തിരിച്ചറിയുക. ഓപ്ഷൻ ബി എക്സ്പോസാറ്റ്. 13. സമ്പദ് വ്യവസ്ഥയിലെ വിടവ് നികത്തലുകളുമായി വികസന ബാങ്കുകളെ സംബന്ധിച്ച് താഴെ പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരി? ഓപ്ഷൻ സി 1, 2, 4 ശരിയായവ. 1.
വ്യാവസായിക വികസനത്തിൻ്റെ ഉത്തേജനങ്ങൾ. 2. മൂലധനം, എൻ്റർപ്രൈസ് മാനേജ്മെൻറ്റ് എന്നിവയുടെ ചാനലുകൾ നൽകുക. 4. സാമ്പത്തികവും സാമ്പത്തികേതരവുമായ സഹായത്തിൻ്റെ ഒരു പാക്കേജ് വാഗ്ദാനം ചെയ്യുക. 14. WTO ടെർമിനോളജി കാർഷിക സബ്സിഡികൾ പെട്ടികളായി തിരിച്ചറിയപ്പെടുന്നു. അതിനാൽ വികസ്വര രാജ്യങ്ങളെ മാനവ വികസന പ്രശ്നങ്ങൾ ഡാഷ് ആണ്. ഓപ്ഷൻ ഡി എസ് ആൻഡ് ഡി പെട്ടി. 15. GSTക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്ത നികുതിദായകരെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ 1, 3. 1. കാർഡുകളിലേക്ക് UPIയിലേക്ക് പണമടയ്ക്കാം. 3. ഒരു സംസ്ഥാനത്ത് ഒന്നിലധികം ബിസിനസ്സുകൾ ഉള്ള ഒരു വ്യക്തിക്ക് ഓരോ ബിസിനസ്സിനും വെവ്വേറെ രജിസ്ട്രേഷൻ നേടാം. 16. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കൊണ്ടുവന്ന പുതിയ സാമ്പത്തിക നയം ഇന്ത്യയിൽ ആഗോളവൽക്കരണം നേരിടുന്ന വെല്ലുവിളികളെ സ്വീകരിച്ചുകൊണ്ടാണ്. അന്താരാഷ്ട്ര ക്രമീകരണങ്ങൾക്കായി ഇന്ത്യൻ രൂപയുടെ മൂല്യത്തകർച്ച സംബന്ധിച്ച് ഏത് പ്രസ്താവനയാണ് ശരി? ഓപ്ഷൻ ബി 1 മാത്രമാണ് ശരിയായിട്ടുള്ള, ഏകദേശം 20%. 17. ഇന്ത്യയിലെ പ്രത്യക്ഷ പരോക്ഷ നികുതി നയങ്ങളിലെ പ്രധാന മാറ്റങ്ങൾ ഏത് കമ്മിറ്റിയുടെ ശുപാർശകളാണ് അംഗീകരിച്ചത്? ഓപ്ഷൻ എ ചെല്ലയ്യ കമ്മിറ്റി. 18. ആധുനിക ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ഏറ്റവും പ്രയാസമേറിയ ദൗത്യം. ഓപ്ഷൻ സി സാമ്പത്തിക സ്രോതസ്സുകളുടെ സമാഹരണം. 19. മൗലിക അവകാശങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത്? ഓപ്ഷൻ ഡി ശരിയല്ല. എ, ബി, സി എന്നിവ ശരിയാണ്. എ മൗലിക അവകാശങ്ങൾ സ്വഭാവത്തിൽ ന്യായമാണ്. ബി ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ മൗലിക അവകാശങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സി സ്വത്തവകാശം മൗലികാവകാശമല്ല. 20. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ ആർട്ടിക്കിൾ 356 സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപ്രതിഭരണം. ആർട്ടിക്കിൾ 325 സാർവത്രിക മുതിർന്നവരുടെ ഫ്രാഞ്ചൈസി. ആർട്ടിക്കിൾ 76 ഇന്ത്യയുടെ അറ്റോർണി ജനറൽ. ആർട്ടിക്കിൾ 368 ഭരണഘടനാ ഭേദഗതി നടപടിക്രമം. 21. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായി യോജിക്കുന്ന വസ്തുതകൾ തിരിച്ചറിയുക. ഓപ്ഷൻ സി 1, 2, 3. 1. 44-ാം ഭരണഘടനാ ഭേദഗതി നിയമം സ്വത്തവകാശം. 2. 86-ാം ഭരണഘടനാ ഭേദഗതി നിയമം വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. 3. 42-ാം ഭരണഘടനാ ഭേദഗതി നിയമം മിനി ഭരണഘടന. 22. ഏത് ഭരണഘടനാ ഭേദഗതി നിയമത്തിലാണ് ദേശീയ തലസ്ഥാന പ്രാദേശികമായ ഡൽഹിയിലെ ലോക്സഭയിലും സംസ്ഥാന സഭകളിലും എല്ലാ സീറ്റുകളുടെയും 1/3 സ്ത്രീകൾക്കായി നീക്കിവച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ ഭരണഘടന 106-ാം ഭേദഗതി നിയമം 2023. 23-ാമത്തെ ക്വസ്റ്റ്യൻ. ഇലക്ടറൽ ബോണ്ട് സ്കീം കേസിൻ്റെ വിധിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. 2024 ഫെബ്രുവരിയിൽ സുപ്രീം കോടതി ഇലക്ടറൽ ബോണ്ടുകളുടെ പദ്ധതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടെത്തി. 2. ഇലക്ടറൽ ബോണ്ട് പദ്ധതി ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1)(a) പ്രകാരമുള്ള വിവരാവകാശവും അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യവും ലംഘിക്കുന്നു. 3. ബ്ലാങ്കറ്റ് കോർപ്പറേറ്റ് രാഷ്ട്രീയ ഫണ്ടിംഗ് അനുവദിക്കുന്ന കമ്പനി നിയമത്തിലെ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി വിധിക്കുന്നു. 24. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ബി ഭരണഘടനയുടെ 15-ലെ ആർട്ടിക്കിൾ 324 മുതൽ 329 വരെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള നിയമഭരണഘടനാ ചട്ടക്കൂട് പ്രതിപാദിക്കുന്നു. 25. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുകയും ഇവയിൽ ഏതാണ് ശരിയെന്ന് കണ്ടെത്തുകയും ചെയ്യുക. ഓപ്ഷൻ സി ഇവയെല്ലാം ശരിയാണ്. ഗവൺമെൻറ് നയങ്ങളും പരിപാടികളും ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനായി ഗവൺമെൻറ്റിൻ്റെ മാനേജർ കഴിവുകളുടെ 2-ാം നിരയായി പൊതുസേവകരുടെ ഒരു കേഡർ ഉണ്ടാക്കുക എന്നതാണ് KASൻ്റെ ലക്ഷ്യം. KASൽ KS ഓഫീസർ, KS ജൂനിയർ ടൈം സ്കെയിൽ, KS ഓഫീസർ സെലക്ഷൻ ഗ്രേഡ് സ്കെയിൽ, KS ഓഫീസർ സൂപ്പർ ടൈം സ്കെയിൽ എന്നീ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്നു. KS ചേരുന്ന ഒരു ഉദ്യോഗസ്ഥൻ സംസ്ഥാന സർവീസ് ജൂനിയർ ടൈം സ്കെയിൽ ട്രെയിനിയായി കരിയർ ആരംഭിക്കും. 26. 1957-ലെ കേരള സ്റ്റേറ്റ് ഓഫ് എവിക്ഷൻ പ്രോഡക്റ്റ് ആക്ടിൻ്റെ പ്രാഥമിക ലക്ഷ്യം ഡാഷ് ആയിരുന്നു?
ഓപ്ഷൻ ഡി കുടിയാന്മാർ, കുടികിടപ്പുകാർ, ഭൂമി കൃഷി ചെയ്യുന്ന മറ്റു ചില വിഭാഗങ്ങൾ എന്നിവരെ കുടിയൊഴിപ്പിക്കുന്നത് സ്റ്റേ ചെയ്യാൻ. 27 കുടുംബശ്രീയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ഓപ്ഷൻ എ മുകളിലുള്ളവയെല്ലാം. 1997 കുടുംബശ്രീ സ്ഥാപിതമായത്. സ്ത്രീകൾക്കായി കുടുംബശ്രീക്ക് ത്രിതല സജ്ജീകരണമുണ്ട്. 3 കേരള സർക്കാരിൻ്റെ സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ നടപ്പിലാക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന സ്ത്രീ ശാക്തീകരണ പരിപാടിയാണ് കുടുംബശ്രീ. 28 കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഡേ അധ്യക്ഷതയിലുള്ള ഒരു നിയമാനുസൃതമല്ലാത്ത സ്വയംഭരണ സ്ഥാപനമാണ്. ഓപ്ഷൻ ബി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ. 29 അക്ഷയയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? ഓപ്ഷൻ സി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയായി ഇത് പ്രവർത്തിക്കുന്നു. 30 ഗാർഹിക പീഡന നിയമങ്ങളിൽ നിന്ന് സ്ത്രീകളുടെ സംരക്ഷണ നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം. ഓപ്ഷൻ എ 2005. 31 ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ ഡി ഭരണഘടനയുടെ 11ാം ഷെഡ്യൂൾ. PRAകൾ നിർവഹിക്കേണ്ട പ്രവർത്തനങ്ങളുടെ പട്ടിക. ഭരണഘടനയുടെ 12ാം ഷെഡ്യൂൾ മുനിസിപ്പാലിറ്റികൾ നിർവഹിക്കേണ്ട പ്രവർത്തനങ്ങളുടെ പട്ടിക. ആർട്ടിക്കിൾ 243A ഗ്രാമസഭ. ആർട്ടിക്കിൾ 243K സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 32 2023 കേരള ഗവർണർ രാഷ്ട്രപതിയുടെ അനുമതി റിസർവ് ചെയ്യുകയും റഫർ ചെയ്യുകയും ചെയ്ത കേരള നിയമസഭയുടെ ഏത് ബില്ലിനാണ് ഇന്ത്യൻ രാഷ്ട്രപതിയിൽ നിന്ന് അനുമതി ലഭിച്ചത്? ഓപ്ഷൻ സി കേരള ലോകായുക്ത ഭേദഗതി ബിൽ 2022. 33 ഡേഷ് റിട്ട് എന്നത് ഏതെങ്കിലും ഒരു പൊതു അധികാരികൾക്ക് ഒരു കടമ നിർവഹിക്കാനുള്ള ഉത്തരവിന്റെ രൂപത്തിലുള്ള ഒരു ജുഡീഷ്യൽ പ്രതിവിധിയാണ്. ഓപ്ഷൻ എ മാൻഡമസ്. 34 PMKSY ഡേഷുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന സർക്കാർ പദ്ധതിയാണ്. ഓപ്ഷൻ ബി ജലസംരക്ഷണ മാനേജ്മെന്റ്. 35 ഈ പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ഓപ്ഷൻ സി മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. MGNREGA 2005 ആരംഭിച്ചു. MGNREGA പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം ഗ്രാമീണ കുടുംബങ്ങൾക്ക് 100 ദിവസം തൊഴിൽ ഉറപ്പാക്കുക എന്നതാണ്. MGNREGAയുടെ വേതനം 1948 മിനിമം വേതന നിയമം അനുസരിച്ച് സംസ്ഥാനത്തെ കർഷക തൊഴിലാളികൾക്ക് വ്യക്തമാക്കിയിട്ടുള്ള നിയമപരമായ മിനിമം വേതനം അനുസരിച്ച് നൽകണം. 36 വിവരാവകാശ നിയമത്തിന് കീഴിലുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിന് സമയപരിധി എന്താണ്? ഓപ്ഷൻ ഡി അഭ്യർത്ഥന സമയം മുതൽ 48 മണിക്കൂർ. 37 പ്ലേഗിന്റെ കാര്യത്തിൽ ഏത് പ്രസ്താവനകളാണ് ശരി? ഓപ്ഷൻ ഡി 1, 2, 4 എന്നിവ. 1 യെർസിനിയ പെസ്റ്റിസ് എന്ന രോഗകാരിയാണ് ഇത് ഉണ്ടാക്കുന്നത്. 3 അതിന്റെ വാഹകർ ചെള്ളുകളാണ്. 4 രക്തപ്രവാഹത്തെയും ശ്വാസകോശത്തെയും ബാധിക്കുന്നു. 38 കേരളത്തിലെ ആർദ്രം മിഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏതാണ് ശരി? ഓപ്ഷൻ എ 1, 2, 1, 3, 4. 1 നിലവിലുള്ള PHSCകളെ FHSCകളാക്കി ഉയർത്താനാണ് ഇത് ലക്ഷ്യമിടുന്നത്. 3 NCD-CD ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും മാനേജ്മെന്റിനെ കുറിച്ചും ഫീൽഡ് സ്റ്റാഫിന് പരിശീലനം നൽകാനാണ് ഇത് ലക്ഷ്യമിടുന്നത്. 4 ഫിറ്റ്നസിനും യോഗയ്ക്കുമുള്ള സൗകര്യങ്ങൾ വികസിപ്പിക്കുകയാണ് ലക്ഷ്യം. 39 ആൻജിയോജെനിസിസിനുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി പുതിയ രക്തക്കുഴലുകളുടെ വികസനം. 40 താഴെ പറയുന്നവയിൽ ഏതാണ് വിറ്റാമിൻ എയുടെ കാര്യത്തിൽ ശരി? ഓപ്ഷൻ സി വിറ്റാമിൻ എയുടെ കുറവ് രാത്രി അന്ധതയ്ക്കും സിറോഫ്താൽമിയയ്ക്കും കാരണമാകുന്നു. നാൽപ്പത്തിയൊന്ന് പാൻക്രിയാസുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി? ഓപ്ഷൻ ഡി 4 മാത്രം, മുകളിലുള്ളവയെല്ലാം. പാൻക്രിയാസ് ഒരു എക്സോക്രൈൻ ഗ്രന്ഥിയും എൻഡോക്രൈൻ ഗ്രന്ഥിയുമാണ്. 2 പാൻക്രിയാസ് ഇൻസുലിനും ഗ്ലൂക്കോഗണും സൃഷ്ടിക്കുന്നു. 3 ഇത് ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്നു. 42 മനുഷ്യരിലെ ജീവിതശൈലി രോഗങ്ങളുടെ ശരിയായ കാരണം തിരഞ്ഞെടുക്കുക.
ഓപ്ഷൻ ഡി മുകളിലുള്ളവയെല്ലാം. 1 മോശം ഭക്ഷണശീലങ്ങൾ, 2 ശാരീരിക നിഷ്ക്രിയത്വം, 3 അസ്വസ്ഥമായ ജൈവ ഘടികാരം, 4 തെറ്റായ ശരീരഭാവം. 43 പ്രാഥമിക അമീബിക് മെനിങ്കോ എൻസെഫലിറ്റൈസ് ഡേഷ് മൂലമാണ് ഉണ്ടാകുന്നത്. ഓപ്ഷൻ എ നെഗ്ലേരിയ ഫൗലേരി. 44 COVID-19 കാലത്ത് ഒറ്റപ്പെടലുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി? ഓപ്ഷൻ സി 1ഉം 2ഉം. COVID-19 രോഗലക്ഷണങ്ങൾക്ക് ഉള്ളവർക്കോ വൈറസിന് പോസിറ്റീവ് ആയവരോ ഇത് ഉപയോഗിക്കുന്നു. 2 ഒറ്റപ്പെടൽ എന്നാൽ മറ്റു ആളുകളിൽ നിന്ന് വേർപെടുത്തുക. പ്രധാനമായും ഒരു മെഡിക്കൽ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ക്ലിനിക്കൽ പരിചരണം ലഭിക്കും. 45 ആവശ്യത്തിന് ഉയർന്ന ആവൃത്തിയിലുള്ള പ്രകാശത്തിന് വിധേയമാകുമ്പോൾ മെറ്റീരിയലിൽ നിന്ന് ഇലക്ട്രോണുകൾ പുറപ്പെടുവിക്കുന്ന പ്രതിഭാസത്തിന് പേര് നൽകുക. ഓപ്ഷൻ എ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം. 46 ഒരു പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രകാശത്തെ അതിന്റെ ഘടക നിറങ്ങളിലേക്ക് വേർതിരിക്കുന്നത് വിശദീകരിക്കുന്ന പ്രതിഭാസം ഡേഷ് ആണ്. ഓപ്ഷൻ സി വിസരണം. 47 താഴെ പറയുന്നവയിൽ ഏതാണ് ഏറ്റവും ദൈർഘ്യമേറിയ തരംഗ ദൈർഘ്യമുള്ള വൈദ്യുതകാന്തിക വികിരണങ്ങൾ? ഓപ്ഷൻ എ ഇൻഫ്രാറെഡ്. 48 ആദിത്യ L1 ഉപയോഗിക്കുന്ന റോക്കറ്റ് ഏതാണ്? ഓപ്ഷൻ സി PSLV C-57. 49 കെമിക്കൽ ബോണ്ടിംഗ് സംബന്ധിച്ച് ഏത് പ്രസ്താവനകളാണ് ശരി? ഓപ്ഷൻ സി 1, 2, 4 എന്നിവ. 1 ഇലക്ട്രോ പോസിറ്റീവ് മൂലകവും ഇലക്ട്രോ നെഗറ്റീവ് മൂലകവും തമ്മിൽ അയോണിക് ബോണ്ട് രൂപപ്പെടുന്നു. 2 ഇലക്ട്രോ നെഗറ്റീവ് മൂലകവും ഇലക്ട്രോ നെഗറ്റീവ് മൂലകവും തമ്മിൽ കോവാലന്റ് ബോണ്ട് രൂപപ്പെടുന്നു. 4 ഇലക്ട്രോ പോസിറ്റീവ് മൂലകങ്ങൾക്കിടയിൽ ലോഹ ബോണ്ടിംഗ് രൂപപ്പെടുന്നു. 50 ഹീലിയത്തെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത്? ഓപ്ഷൻ സി ഉയർന്ന മർദ്ദത്തിൽ ഹീലിയം ദ്രാവകമായി മാറുന്നു എന്നുള്ളത് ശരിയല്ലാത്ത പ്രസ്താവനയാണ്. ശരിയായവ അറിയപ്പെടുന്ന ഏതൊരു പദാർത്ഥത്തിന്റെയും ഏറ്റവും കുറഞ്ഞ താളനിലയാണ് ഹീലിയത്തിന്. ബി ഹീലിയം 1 സാധാരണ ദ്രാവകവും ഹീലിയം 2 ഒരു സൂപ്പർ ദ്രാവകവുമാണ്. ഡി തണുപ്പിക്കുമ്പോൾ ഹീലിയം ദ്രാവകമായി മാറുന്നു. 51 ലായകത സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ സി 1, 2, 3. 1 ലായനികൾക്കും ലായകങ്ങൾക്കും സമാനമായ രാസസ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ ലായകത ഉയർന്നതാണ്. 2 ധ്രുവീയ സംയുക്തങ്ങൾ ധ്രുവീയ ലായകങ്ങളിൽ വളരെ ലയിക്കുന്നതാണ്. 3 ലായകങ്ങൾക്ക് സമാനമല്ലാത്ത രാസഗുണങ്ങൾ ഉണ്ടെങ്കിൽ ലായകത കുറവാണ്. 52ാമത്തെ ക്വസ്റ്റ്യൻ താലിബാൻ വധിച്ച ഇന്ത്യൻ ഫോട്ടോ ജേർണലിസ്റ്റ്? ഓപ്ഷൻ ഡി ദാനിഷ് സിദ്ദിഖി. 53 താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഓപ്ഷൻ സി 1, 3. 1 കൂടിയാട്ടം മണി മാധവ ചാക്യാർ. 3 കേരള നടനം ഗുരു ഗോപിനാഥ്. 54 താഴെ പറയുന്നവയിൽ നിന്നും ശരിയായി പൊരുത്തപ്പെടുന്ന ജോഡി നോവലുകളും അനുബന്ധ പ്രധാന കഥാപാത്രങ്ങളും കണ്ടെത്തുക. ഓപ്ഷൻ ബി 1, 3. 1 ഭീമൻ രണ്ടാം ഊഴം. 3 ചേതന ആരാച്ചാർ. 55 എഴുത്തുകാരന്റെ യഥാർത്ഥ പേര് അവരുടെ തൂലികാ നാമവുമായി ശരിയായി പൊരുത്തപ്പെടുത്തുന്ന ജോഡികൾ കണ്ടെത്തുക. ഓപ്ഷൻ സി 3ഉം 4. 3 ടി ഉബൈദ് അബ്ദുറഹ്മാൻ. 4 വിലാസിനി MK മേനോൻ. 56 വിവിധ കായിക ഇനങ്ങളും പേരും കളിക്കാരുടെ എണ്ണവും നൽകിയിരിക്കുന്നു. താഴെ പറയുന്നതുമായി പൊരുത്തപ്പെടുത്തുക. ഓപ്ഷൻ എ പോളോ 4, റഗ്ബി 15, വോളിബോൾ 6, ബേസ്ബോൾ 9. 57ാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ നിന്ന് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതികൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി 1ഉം 4. 1 മോക്ഷപ്രദീപം. 4 ബ്രഹ്മസങ്കീർത്തനം. 58 2023 നോബൽ സമ്മാന ജേതാക്കളുടെ 58 PSC ക്യാൻസൽഡ് ആണ്. 59 2024 പത്മ പുരസ്കാര ജേതാക്കളുടെ പേരുകൾ നൽകിയിരിക്കുന്ന തെറ്റായ ഓപ്ഷനുകൾ കണ്ടെത്തുക. ഓപ്ഷൻ സി 4 മാത്രമാണ് തെറ്റായവ. ശരിയായവ ഫാത്തിമ ബീവി, മിഥുൻ ചക്രവർത്തി, സീതാറ ജിൻഡാൽ.
60 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ 66A വകുപ്പ് ഭരണഘടനാ വിരുദ്ധവും അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഹനിക്കുന്നതിന്റെ പേരിൽ കർശനമായി വെട്ടിക്കുറച്ചതുമായ സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് ഹർജിയിലാണ്? ഓപ്ഷൻ ഡി ശ്രേയ സിംഗാളും യൂണിയൻ ഓഫ് ഇന്ത്യയും. 61 താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി? ഓപ്ഷൻ എ 1ഉം 2ഉം. 1 ഹബ് ഒരു മൾട്ടിപോർട്ട് റിപ്പീറ്റർ ആണ്. 2 റൂട്ടറുകൾ ബ്രിഡ്ജുകളേക്കാൾ ചിലവേറിയതാണ്. 62 CSV ഫയലുകളിൽ മൂല്യങ്ങളെ വേർതിരിക്കുന്ന പ്രതീകം ഡാഷ് എന്നറിയപ്പെടുന്നു. ഓപ്ഷൻ ബി ഡിലിമീറ്റർ. 63 സൈബർ സുരക്ഷയെയും ഓൺലൈൻ സുരക്ഷയെയും കുറിച്ച് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അധ്യാപകർ അല്ലെങ്കിൽ രക്ഷിതാക്കൾ എന്നിവരിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് ISRA യുമായി ചേർന്ന് കേരള പോലീസിന്റെ സംരംഭം ഡാഷ് ആണ്. ഓപ്ഷൻ സി കിഡ് ഗ്ലൗ. 64 5G നെറ്റ്വർക്കുകളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി? ഓപ്ഷൻ ബി 1ഉം 3ഉം. 1 ഇതിന് ഉയർന്ന ലേറ്റൻസി ഉണ്ട്. 2ഉം 3ഉം. 2 സെക്കൻഡിൽ 20 ജിഗാബിറ്റ്സ് വരെ നെറ്റ്വർക്ക് ഡേറ്റ വേഗത. 3 ഇത് മില്ലിമീറ്റർ തരംഗ സ്പെക്ട്രത്തിലാണ് അളക്കുന്നത്. 65 വിവരാവകാശ നിയമം 2005 അനുസരിച്ച് മൂന്നാം കക്ഷി എന്ന പദത്തിന് നൽകിയിരിക്കുന്ന നിർവചനം. ഓപ്ഷൻ ബി വിവരത്തിനായി അഭ്യർത്ഥന നടത്തുന്ന പൗരൻ ഒഴികെയുള്ള ഒരു വ്യക്തി കൂടാതെ ഒരു പൊതു അധികാരവും ഉൾപ്പെടുന്നു. 66 2015 ജുവൈനൽ ജസ്റ്റിസ് നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ജുവൈനൽ എന്നതിന്റെ അർത്ഥമെന്താണ്? ഓപ്ഷൻ ഡി 18 വയസ്സിന് താഴെയുള്ള കുട്ടി. 67 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും എന്ന നിയമം സംബന്ധിച്ച് പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി? ഓപ്ഷൻ എ 1ഉം 3ഉം. 1 2ഉം 3ഉം. 2 ഏതെങ്കിലും മുതിർന്ന പൗരനോ രക്ഷിതാവിനോ ട്രിബ്യൂണലിന്റെ ഒരു ഉത്തരവിനാൽ വിഷമമുണ്ടായേക്കാം. ഉത്തരവിന്റെ തീയതി മുതൽ 60 ദിവസത്തിനുള്ളിൽ ട്രിബ്യൂണലിൽ അപ്പീൽ നൽകാം. 3 നിയമപ്രകാരം രൂപീകരിക്കപ്പെട്ട ഒരു ട്രിബ്യൂണലിന് മുമ്പാകെയുള്ള ഒരു നടപടിയിലെ ഒരു കക്ഷിയെന്നും നിയമ പ്രാക്ടീഷണർമാർ പ്രതിനിധീകരിക്കുന്നതല്ല. 68 1999 കേരള ലോകായുക്ത നിയമത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി? ഓപ്ഷൻ സി 1 മാത്രം. കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് 1952 പ്രകാരം അന്വേഷണത്തിന് റെഫർ ചെയ്ത വിഷയത്തിൽ ഏതെങ്കിലും നടപടിയെടുക്കാൻ നിയമപ്രകാരം ലോകായുക്തയ്ക്ക് അധികാരമില്ല. 69 ജോലിസ്ഥലത്ത് സ്ത്രീകൾക്കെതിരായ ലൈംഗിക പീഡനം നിയമം 2013 സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ 1 മാത്രം. പ്രിസൈഡിംഗ് ഓഫീസറും ഇന്റേണൽ പരാതി കമ്മിറ്റിയിലെ അംഗങ്ങളും നാമനിർദ്ദേശം ചെയ്ത തീയതി മുതൽ 3 വർഷത്തിൽ കൂടാത്ത പദവി വഹിക്കും. 70 ഭരണഘടന 105 ഭേദഗതി നിയമം 2021 സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? ഓപ്ഷൻ ബി സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പട്ടിക തയ്യാറാക്കാനും പരിപാലിക്കാനും സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും ഈ ഭേദഗതി അധികാരം നൽകുന്നു. 81 filling the blank using correct tense form of the verb given in the bracket. I dash here till Sunday. Option C will be staying. I will be staying here till Sunday. 82 choose the right option that suggests change in voice of the sentence. Please draw the figure. Option B you are requested to draw the figure. 83 filling the blanks using a suitable preposition. I dash walk 10 miles without getting tired. Option C can. I can walk 10 miles without getting tired. 84 complete the following sentence using appropriate question tag. It is not raining dash. Option A is it. 85 combine the two sentences using suitable corrective conjunction. It is not useful. It is not ornamental. Option C neither nor. Neither it is not useful nor it is not ornamental. 86 choose the synonym of the word italicized in the sentence from the given option. He was killed in the battlefield. Killed. Option B slain.
87. Filling the blanks using appropriate gerund form of the word given in bracket. Do you mind dash some pictures of your trip on Facebook? Option B. Sharing. 88. Substitute the word underline with a suitable phrasal verb. The director summoned me, asked me for an explanation. Summoned. Option B. Send for. 89. Filling the blanks using suitable preposition. He felt no qualms dash borrowing money from his friend. Option B. About. 90. Give the correct spelling of the adjective that means careful or taking great care. Option A. Consciousness. Conscientious. 91. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ ശരിയായവ ഏതെല്ലാം? ഓപ്ഷൻ എ ഒന്ന് മാത്രം ശരി, അടിമത്തം. 92. താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ ശരിയായ പ്രയോഗം ഏത്? ഓപ്ഷൻ സി, പഠിക്കാത്തതിന് കുട്ടി അധ്യാപകർ ശകാരിച്ചു. 93. താഴെ കൊടുത്തിരിക്കുന്ന ശൈലിയുടെ മികച്ച മലയാള പരിവർത്തനം ഏത്? ലിറ്റിൽ ഡ്രോപ്സ് ഓഫ് വാട്ടർ മേക്ക് ദ മൈറ്റി ഓഷൻ. ഓപ്ഷൻ ബി, പാലതുള്ളി പെരുവെള്ളം. 94. താഴെ പറയുന്നവയിൽ പർവ്വതത്തിന് പര്യായ പദമല്ലാത്തത് ഏത്? ഓപ്ഷൻ എ, ചലം. പർവ്വതത്തിന്റെ പര്യായ പദങ്ങളാണ് ഗിരി, നഗം, ശൈലം. 95. ജംഗമം എന്ന പദത്തിന്റെ വിപരീതം ഏത്? ഓപ്ഷൻ ഡി, സ്ഥാവരം. 96. കർഷകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം. ഓപ്ഷൻ ഡി, കർഷക. 97. കയ്യാടിയെങ്കിലേ വായാടൂ എന്ന ശൈലി ദ്യോതിപ്പിക്കുന്ന അർത്ഥം എന്ത്? ഓപ്ഷൻ ബി, പ്രവൃത്തി ചെയ്തെങ്കിലേ ഉപജീവനത്തിന് വഴിയുണ്ടാകൂ. 98. വിണ്ടലം എന്ന പദത്തെ പിരിച്ചെഴുതുന്നത് എങ്ങനെ? ഓപ്ഷൻ എ, വിൺ പ്ലസ് തലം. 99. കഞ്ചത്തോട് നേരായ മിഴിയുള്ളവർ എന്നതിന്റെ ശരിയായ സമാസം ഏത്? ഓപ്ഷൻ ഡി, കഞ്ചനീർമിഴി. 100. താഴെ കൊടുത്തിരിക്കുന്നത് സമാന പദമല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി, തെരുവ്.